ഹായ്, വെൽക്കം ടു ചിന്നൂസ് ചെറിയ പിക്സ്. നമുക്കിന്ന് ഹോക്കിൻസിൻ്റെ ഫ്യൂച്ചറുടെയൊക്കെ കടായിസും മറ്റ് പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻസ് റെസിപ്പി ബുക്ക് കിട്ടില്ലേ? ആ ബുക്കിലുള്ള കടായി മസാല ചിക്കൻ്റെ റെസിപ്പി ഒന്ന് റീക്രിയേറ്റ് ചെയ്തിരിക്കുവാണ്. എല്ലാവരുടെയും കയ്യിൽ കാണും ഈ റെസിപ്പി ബുക്ക്, ഹോക്കിൻസിൻ്റെ പാത്രമുള്ളവരുടെ എല്ലാം. ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഒരു 7 കാഷ്യൂസ് എടുത്താൽ മതിയാവും. ഞാനിവിടെ ബ്രോക്കൺ കാഷ്യൂസാണ് എടുത്തത്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള മാരിനേഡ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അതിനായിട്ടൊരു വലിയ കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പേസ്റ്റാക്കി ഇതുപോലെ അരച്ചെടുക്കാം. ഇനി പൊടികൾ തയ്യാറാക്കാം. അതിനായിട്ട് 2.5 ടീസ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ 1/2 ടീസ്പൂണേ ജീരകപ്പൊടി യൂസ് ചെയ്തുള്ളൂ. റെസിപ്പിയിൽ 1 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് എഴുതിയിരുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മസാല നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ റെസിപ്പി ബുക്കിൽ 750 ഗ്രാം ചിക്കൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ 600 ഗ്രാം ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കടായി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഹോക്കിൻസിൻ്റെ കടായി അല്ല യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഇതിലേക്ക് 2 സവാളയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ഉപ്പും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സവാളയുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിട്ട് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ പീസസ് ഒരു 10-15 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇളക്കി ഫ്രൈ ചെയ്യണം. ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ എണ്ണ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ചിക്കൻ്റെയും മുകളിൽ ബ്രൗൺ കളർ കാണാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മൾ ചിക്കൻ തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ ചിക്കൻ ഒരു 1/4 വേവൊക്കെ ആവും. അത് കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ എണ്ണയൊക്കെ അതിൻ്റെ മുകളിൽ നല്ല തിളങ്ങി ഇതുപോലെ തെളിഞ്ഞ് വരും. അതുവരെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേണം ഇളക്കി കൊടുക്കാനായിട്ട്, പീസസ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട്. അതുപോലെ ഇതിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അകത്ത് ഓയിലൊക്കെ സെപ്പറേറ്റ് ആയ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കാഷ്യൂനട്ട് പേസ്റ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് വളരെ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം കുറച്ചുകൂടെ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് ഇതിനെടുക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ കടായി ചിക്കൻ റെഡിയായി കിട്ടും. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തത് റെസിപ്പിയിൽ ഇല്ലാഞ്ഞതായിരുന്നു. എനിക്കൊരു ഇച്ചിരി തോന്നിയതെന്ന് വെച്ചാൽ കുറച്ച് പുളി കുറവായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് തക്കാളി ഇട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഞാൻ ആ റെസിപ്പി ബുക്കിൽ കൊടുത്ത് അതേപോലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടാണ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. വീണ്ടും കാണുന്നവരേക്കും ബൈ.